നമസ്കാരം പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇന്നത്തെ പ്രത്യേക ദിവസത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഫെബ്രുവരി 14, 2026, ഇന്ത്യൻ സമയം രാവിലെ 5:15. ഇന്ന് ലോകം വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നു, മാനുഷിക സ്നേഹത്തിന്റെ ദിവസം. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതിലും വലിയൊരു സ്നേഹത്തെക്കുറിച്ചാണ്. ദൈവത്തിന്റെ നിത്യമായ, നിസ്വാർത്ഥമായ, അനന്തമായ സ്നേഹത്തെക്കുറിച്ച്. 1 യോഹന്നാൻ 4:8. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, എന്തെന്നാൽ ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹിക്കുന്നു എന്നല്ല, ദൈവം സ്നേഹമാകുന്നു. അതാണവന്റെ സ്വഭാവം, അതാണവന്റെ സത്ത, അതാണവൻ ആരാണെന്ന്. ഇന്ന് നിങ്ങൾ എവിടെയായിരുന്നാലും, എന്തനുഭവിച്ചാലും, എത്ര ഏകാന്തതയിലായാലും, ദൈവത്തിന്റെ സ്നേഹം നിങ്ങളെ തേടുന്നു, നിങ്ങളെ കണ്ടെത്തുന്നു, നിങ്ങളെ ആശ്ലേഷിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയം തുറന്ന് എന്നോടൊപ്പം പ്രാർത്ഥിക്കൂ. സ്നേഹമയനായ സ്വർഗപിതാവേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു, അങ്ങയുടെ അപാരമായ സ്നേഹത്തെ അനുഭവിക്കാൻ. ഞങ്ങളിൽ ചിലർ സ്നേഹിക്കപ്പെടുന്നതായി തോന്നുന്നില്ല. ചിലർ ഏകാന്തതയിലാണ്, ചിലർ തിരസ്കരിക്കപ്പെട്ടവരാണ്, ചിലർ തകർന്ന ബന്ധങ്ങളുമായി വേദനിക്കുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് അങ്ങയുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയട്ടെ. അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ. അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ എല്ലാ മുറിവുകളും സുഖപ്പെടുത്തട്ടെ. സ്നേഹിക്കാൻ കഴിയാത്തവരെ പഠിപ്പിക്കണമേ. സ്നേഹിക്കപ്പെടാനുള്ള മൂല്യം മറന്നവരെ ഓർമ്മിപ്പിക്കണമേ. സ്നേഹത്തിനായി കൊതിക്കുന്നവർക്ക് സ്നേഹം നൽകണമേ. ഇന്നത്തെ ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അങ്ങയുടെ സ്നേഹം ഒഴുകി വരണമേ. യേശുക്രിസ്തുവിന്റെ സ്നേഹനിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയുള്ളത്? പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്ത് നാം കാണുന്ന സ്നേഹവും ദൈവത്തിന്റെ സ്നേഹവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മാനുഷിക സ്നേഹം വ്യവസ്ഥകളോടെയാണ്, മാറിക്കൊണ്ടിരിക്കുന്നു, പരിമിതമാണ്, പരാജയപ്പെടാം. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം നിർവചനരഹിതമാണ്, നിത്യമാണ്, അനന്തമാണ്, ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ദൈവസ്നേഹത്തിന്റെ 7 സവിശേഷതകൾ. 1. ദൈവത്തിന്റെ സ്നേഹം നിരുപാധികമാണ്. റോമർ 5:8. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്കുവേണ്ടി മരിച്ചതിനാൽ ദൈവം നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്നു. നിങ്ങൾ എന്തു ചെയ്താലും, എന്തു പറഞ്ഞാലും, എങ്ങനെയായാലും ദൈവത്തിന്റെ സ്നേഹം മാറുന്നില്ല. നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഇപ്പോഴും സ്നേഹിക്കുന്നു. പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ ഇപ്പോഴും സ്നേഹിക്കുന്നു. ദൈവത്തെ നിരാകരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇപ്പോഴും സ്നേഹിക്കുന്നു. അർഹതയില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ ഇപ്പോഴും സ്നേഹിക്കുന്നു. 2. ദൈവത്തിന്റെ സ്നേഹം നിത്യമാണ്. യിരെമ്യാവ് 31:3. ഞാൻ നിന്നെ നിത്യസ്നേഹത്താൽ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾ ജനിക്കുന്നതിനു മുമ്പ് മുതൽ, നിങ്ങൾ മരിച്ചതിനു ശേഷവും, എന്നേക്കും. അവന്റെ സ്നേഹത്തിന് ആരംഭമോ അവസാനമോ ഇല്ല. ദൈവത്തിന്റെ സ്നേഹം അമാറ്റമില്ലാത്തതാണ്. മലാഖി 3:6. കർത്താവായ ഞാൻ മാറുന്നില്ല. എബ്രായർ 13:8. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. നിങ്ങളുടെ സാഹചര്യം മാറിയാലും ദൈവത്തിന്റെ സ്നേഹം മാറുന്നില്ല. നിങ്ങൾ സമ്പന്നനായാലും ദരിദ്രനായാലും, നിങ്ങൾ ആരോഗ്യവാനായാലും രോഗിയായാലും, നിങ്ങൾ വിജയിച്ചാലും പരാജയപ്പെട്ടാലും, നിങ്ങൾ ശക്തനായാലും ദുർബലനായാലും, ദൈവത്തിന്റെ സ്നേഹം ആത്മബലിപൂർണമാണ്. യോഹന്നാൻ 3:16. ബൈബിളിലെ ഏറ്റവും പ്രസിദ്ധമായ വചനം. ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചുവെന്നാൽ തന്റെ ഏകജാതനായ പുത്രനെ നൽകി, അവനിൽ വിശ്വസിക്കുന്നവനെല്ലാം നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. ദൈവം തന്റെ സ്നേഹം വാക്കുകളിൽ മാത്രം കാണിച്ചില്ല, അവൻ തന്റെ പുത്രനെ ബലിദാനം ചെയ്തു. യേശു തന്റെ സ്വർഗവസിപ്പ് ഉപേക്ഷിച്ചു, മനുഷ്യരൂപം ധരിച്ചു, ദുഃഖങ്ങൾ അനുഭവിച്ചു, നിന്ദ സഹിച്ചു, കുരിശിൽ മരിച്ചു. എന്തിനായി? നിങ്ങൾക്കായി. 5. ദൈവത്തിന്റെ സ്നേഹം വേർപെടുത്താനാവാത്തതാണ്. റോമർ 8:38-39. ഏറ്റവും ശക്തമായ വാഗ്ദാനം. മരണമോ ജീവനോ, ദൂതന്മാരോ വാഴ്ചകളോ, വർത്തമാനകാലമോ ഭാവികാലമോ, ശക്തികളോ ഉയരമോ ആഴമോ, മറ്റേതെങ്കിലും സൃഷ്ടിയോ
നമ്മെ നമ്മുടെ കർത്താവായ ക്രിസ്തുവേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുത്തുവാൻ കഴിയുകയില്ല. ഒന്നിനും നിങ്ങളെ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല. 6. ദൈവത്തിന്റെ സ്നേഹം സൗഖ്യദായകമാണ്. സങ്കീർത്തനം 147:3. അവൻ ഹൃദയം തകർന്നവരെ സൗഖ്യമാക്കുന്നു, അവരുടെ മുറിവുകളെ കെട്ടുന്നു. ദൈവത്തിന്റെ സ്നേഹം തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കുന്നു, വേദനിക്കുന്ന ആത്മാക്കളെ സുഖപ്പെടുത്തുന്നു, കഴിഞ്ഞ കാലത്തെ മുറിവുകൾ ഉണക്കുന്നു, നിരാകരണത്തിന്റെ വേദന എടുത്തുകളയുന്നു. 7. ദൈവത്തിന്റെ സ്നേഹം പരിവർത്തനപരമാണ്. 1 യോഹന്നാൻ 4:19. അവൻ നമ്മെ മുമ്പേ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം നിങ്ങളെ മാറ്റുന്നു, കയ്പുള്ളവരെ കരുണയുള്ളവരാക്കുന്നു, വെറുപ്പുള്ളവരെ സ്നേഹിക്കുന്നവരാക്കുന്നു, ഭയമുള്ളവരെ ധൈര്യമുള്ളവരാക്കുന്നു, ദുർബലരെ ശക്തരാക്കുന്നു. ദൈവസ്നേഹത്തിന്റെ 3 ശക്തമായ സാക്ഷ്യങ്ങൾ. ആദ്യത്തെ സാക്ഷ്യം, തെരുവിലെ കുട്ടി. കേരളത്തിലെ ഒരു 15 വയസ്സുകാരൻ. മദ്യപാനിയായ അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുകയും അവനെ തെരുവിലേക്ക് ഓടിക്കുകയും ചെയ്തു. തെരുവിൽ പലരും അവനെ ദുരുപയോഗം ചെയ്തു. സ്നേഹമെന്താണെന്ന് അവൻ അറിയില്ലായിരുന്നു. ലോകം തന്നെ ഉപേക്ഷിച്ചു എന്ന് വിചാരിച്ചു. ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അപ്പോൾ ഒരു പള്ളിയിൽ നിന്ന് പാട്ട് കേട്ടു. യേശു എന്നെ സ്നേഹിക്കുന്നു, ഞാൻ അറിയുന്നു. ബൈബിൾ എന്നോട് പറയുന്നതുകൊണ്ട്. എന്തോ ഹൃദയത്തിൽ സ്പർശിച്ചു. പള്ളിയിൽ കയറി. പാസ്റ്റർ സന്ദേശം നൽകുകയായിരുന്നു. ദൈവം നിന്നെ സ്നേഹിക്കുന്നു, നീ എവിടെയായാലും. കരഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വന്നു. ആദ്യമായി ആരെങ്കിലും തന്നെ ആശ്ലേഷിച്ചത് അന്നായിരുന്നു. ആദ്യമായി സുരക്ഷിതനായി തോന്നിയത് അന്നായിരുന്നു. പള്ളിക്കുടുംബം അവനെ ദത്തെടുത്തു. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു. അവനൊരു സോഷ്യൽ വർക്കറാണ്. തെരുവിലെ കുട്ടികളെ സഹായിക്കുന്നു. അവൻ പറയുന്നു, ലോകമെന്നെ നിരാകരിച്ചു, എന്നാൽ ദൈവം എന്നെ സ്വീകരിച്ചു. അവന്റെ സ്നേഹം എന്റെ ജീവിതം മാറ്റി. രണ്ടാമത്തെ സാക്ഷ്യം, വിവാഹത്തിന്റെ തകർച്ച. ഒരു സഹോദരി 20 വർഷത്തെ വിവാഹത്തിനു ശേഷം ഭർത്താവിന്റെ വിശ്വാസവഞ്ചന കണ്ടെത്തി. ലോകം തകർന്നു. വിവാഹമോചനമായി. സ്നേഹത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ആരുമെന്നെ സ്നേഹിക്കില്ല, ആരുമെന്നെ ആഗ്രഹിക്കില്ല എന്ന് കരുതി. പള്ളിയിലും പോകാൻ നിർത്തി. ദൈവം എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു എന്ന് ചോദിച്ചു. എന്നാൽ ഒരു ദിവസം മകൾ വഴി ഒരു വചനം കേട്ടു. യെശയ്യാവ് 54:5. നിന്റെ സ്രഷ്ടാവ് തന്നെ നിന്റെ ഭർത്താവ്. അവന്റെ നാമം സൈന്യങ്ങളുടെ യഹോവ. നിന്റെ വീണ്ടെടുപ്പുകാരൻ യിസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. സർവ്വഭൂമിയുടെയും ദൈവം എന്നവനെ വിളിക്കും. അപ്പോൾ മനസ്സിലായി, ഒരു മനുഷ്യൻ തന്നെ നിരാകരിച്ചാലും ദൈവം തന്നെ സ്നേഹിക്കുന്നു. പതുക്കെ ദൈവത്തിന്റെ സ്നേഹം അവളുടെ മുറിവുകൾ സൗഖ്യമാക്കി. ഇപ്പോൾ അവൾ വിവാഹമോചനം നേരിടുന്ന സ്ത്രീകൾക്കായി സേവനം ചെയ്യുന്നു. അവൾ പറയുന്നു, മാനുഷിക സ്നേഹം പരാജയപ്പെട്ടു, എന്നാൽ ദൈവസ്നേഹം എന്നെ പൂർണ്ണമാക്കി. മൂന്നാമത്തെ സാക്ഷ്യം, പ്രായമായവന്റെ ഏകാന്തത. 70 വയസ്സുള്ള ഒരു സഹോദരൻ. ഭാര്യ മരിച്ചു, മക്കൾ വിദേശത്ത്, ഒറ്റയ്ക്ക് ജീവിച്ചു. കൂടെ ആരുമില്ല, സംസാരിക്കാൻ ആരുമില്ല, ജന്മദിനം ആഘോഷിക്കാൻ ആരുമില്ല. വാലന്റൈൻസ് ഡേ കാണുമ്പോൾ കൂടുതൽ ഏകാന്തത അനുഭവിച്ചു. ലോകത്തിൽ ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് കരുതി. എന്നാൽ ഒരു ദിവസം പള്ളിയിലെ യുവജനങ്ങൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കഥകൾ കേട്ടു, അദ്ദേഹത്തെ ശ്രദ്ധിച്ചു, അദ്ദേഹത്തെ സ്നേഹിച്ചു. അദ്ദേഹം മനസ്സിലാക്കി, ദൈവം തന്നെ മറന്നിട്ടില്ല. ദൈവത്തിന്റെ കുടുംബത്തിലൂടെ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്ക് ജൈവിക കുടുംബമില്ല, എന്നാൽ എനിക്ക് ദൈവകുടുംബമുണ്ട്. അവരിലൂടെ ദൈവസ്നേഹം അനുഭവിക്കുന്നു. സങ്കീർത്തനം 68:6. ഏകാന്തരെ ദൈവം കുടുംബത്തിൽ പാർപ്പിക്കുന്നു. നിങ്ങളെങ്ങനെ ദൈവസ്നേഹം അനുഭവിക്കും? പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹം നിലവിലുണ്ട്. എന്നാൽ എങ്ങനെ അത് അനുഭവിക്കാം? എങ്ങനെ അത് സ്വീകരിക്കാം? 6 പ്രധാന ചുവടുകൾ. 1. നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കുക. യോഹന്നാൻ 4, കിണറ്റിലെ സ്ത്രീയുടെ കഥ. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു.
ഇപ്പോൾ ആറാമനോട് ജീവിക്കുന്നു. സ്നേഹം തേടി, പക്ഷെ കണ്ടെത്തിയില്ല. യേശു അവളോട് പറഞ്ഞു, നീ എന്നോട് വെള്ളം ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ നിനക്ക് ജീവജലം തരുമായിരുന്നു. നിങ്ങൾ തെറ്റിടത്ത് സ്നേഹം തേടുകയാണോ? ബന്ധങ്ങളിൽ, സാമ്പത്തികത്തിൽ, പ്രശസ്തിയിൽ, ലോക അംഗീകാരത്തിൽ. യഥാർത്ഥ സ്നേഹം ദൈവത്തിൽ മാത്രമേ കാണൂ. 2. ദൈവത്തിലേക്ക് തിരിയുക. യാക്കോബ് 4:8. ദൈവത്തോടടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോടടുത്തുവരും. ആദ്യ ചുവട് നിങ്ങൾ എടുക്കണം. ദൈവം കാത്തിരിക്കുന്നു, എന്നാൽ നിങ്ങൾ വരണം. ദൈവമേ, എനിക്ക് അങ്ങയുടെ സ്നേഹം വേണം എന്നു പറയൂ. 3. യേശുവിനെ സ്വീകരിക്കുക. യോഹന്നാൻ 1:12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. യേശു ദൈവസ്നേഹത്തിന്റെ പ്രകടനമാണ്. അവനിലൂടെ ദൈവം മനുഷ്യനായി. അവനിലൂടെ ദൈവം കഷ്ടപ്പെട്ടു. അവനിലൂടെ ദൈവം മരിച്ചു. അവനിലൂടെ ദൈവം ജയിച്ചു. യേശുവിനെ സ്വീകരിക്കുക എന്നാൽ ദൈവസ്നേഹം സ്വീകരിക്കുക എന്നാണ്. 4. വചനത്തിൽ ധ്യാനിക്കുക. സങ്കീർത്തനം 119:97. എത്ര ഞാൻ അങ്ങയുടെ ന്യായപ്രമാണത്തെ സ്നേഹിക്കുന്നു, അത് ഇടവിടാതെ എന്റെ ധ്യാനമാകുന്നു. ബൈബിൾ ദൈവത്തിന്റെ സ്നേഹലേഖനമാണ്. അതിൽ ദിനംപ്രതി വായിക്കുക. യോഹന്നാന്റെ സുവിശേഷം, സ്നേഹത്തിന്റെ സുവിശേഷം. 1 കൊരിന്ത്യർ 13, സ്നേഹത്തിന്റെ അധ്യായം. റോമർ 8, വേർപെടുത്താൻ കഴിയാത്ത സ്നേഹം. യോഹന്നാന്റെ ലേഖനങ്ങൾ, സ്നേഹത്തിന്റെ കത്തുകൾ. 5. പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുക. 1 തെസലോനിക്കർ 5:17. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. പ്രാർത്ഥന ദൈവവുമായുള്ള സംഭാഷണമാണ്. സംഭാഷണത്തിലൂടെ സ്നേഹം ആഴപ്പെടുന്നു. പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഹൃദയം തുറക്കൂ. നിങ്ങളുടെ ഭയങ്ങൾ പറയൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കൂ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കൂ. 6. മറ്റുള്ളവരെ സ്നേഹിക്കുക. 1 യോഹന്നാൻ 4:11. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. സ്നേഹം സ്വീകരിച്ചാൽ അത് മറ്റുള്ളവരിലേക്ക് ഒഴുകണം. കുടുംബത്തെ സ്നേഹിക്കുക, സുഹൃത്തുക്കളെ സ്നേഹിക്കുക, ശത്രുക്കളെ പോലും സ്നേഹിക്കുക, അപരിചിതരെ സ്നേഹിക്കുക. സ്നേഹം നൽകുമ്പോൾ നിങ്ങൾ കൂടുതൽ സ്നേഹം അനുഭവിക്കും. സ്നേഹത്തിന്റെ മഹത്തായ കൽപ്പന. മത്തായി 22:37-39 വരെ. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ കേടിക്കേണം. നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ക്രിസ്തുമതം ഒരു നിയമങ്ങളുടെ പട്ടികയല്ല, ഒരു സ്നേഹബന്ധമാണ്. ഇന്നത്തെ പ്രവചന സന്ദേശം. വാലന്റൈൻസ് ഡേ പ്രത്യേകം. പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്ന് പ്രത്യേകമായി നിങ്ങളോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, ഇന്ന് ലോകം മാനുഷിക സ്നേഹം ആഘോഷിക്കുന്നു. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, നിനക്കായി എന്റെ സ്നേഹം എന്നെന്നുമുണ്ട്. നീ ഏകാന്തനാണോ? ഞാൻ നിന്നോടൊപ്പമുണ്ട്. നീ നിരാകരിക്കപ്പെട്ടവനാണോ? ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. നീ സ്നേഹിക്കപ്പെടാത്തവനാണോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എത്ര പേർ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. എത്ര തവണ നീ പരാജയപ്പെട്ടാലും എന്റെ സ്നേഹം മാറില്ല. എത്ര ദൂരം നീ പോയാലും ഞാൻ നിന്നെ തിരികെ വിളിക്കും. എന്റെ സ്നേഹം. നിനക്കായി യേശുവിനെ അയച്ചു. നിനക്കായി കുരിശിൽ മരിച്ചു. നിനക്കായി ശവകുടീരം വെറുതെയാക്കി. നിനക്കായി സ്വർഗം തുറന്നു. ഇന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ എന്റെ സ്നേഹം സ്വീകരിക്കുമോ? നീ എന്റെ കുഞ്ഞായിരിക്കുമോ? നീ എന്നോടൊപ്പം നടക്കുമോ? നിന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കൂ. ഞാൻ അകത്തേക്ക് വരും. ഞാൻ നിന്നെ സ്നേഹിക്കും. ഞാൻ നിന്നെ പൂർണ്ണമാക്കും. ഇനി നീ ഏകാന്തനല്ല. ഇനി നീ നിരാകരിക്കപ്പെട്ടവനല്ല. ഇനി നീ സ്നേഹിക്കപ്പെടാത്തവനല്ല. നീ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞാണ്. നീ എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നീ എന്റെ നിത്യസ്നേഹം സ്വീകരിക്കുന്നവനാണ്. ഇത് എന്റെ വാലന്റൈൻ സന്ദേശമാണ് നിനക്ക്. നീ വിശ്വസിക്കുന്നുവോ? നിന്നെ നിത്യമായി സ്നേഹിക്കുന്ന നിന്റെ ദൈവം. യിരെമ്യാവ് 31:3. ഞാൻ നിന്നെ നിത്യസ്നേഹത്താൽ സ്നേഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് വാലന്റൈൻസ് ഡേയിൽ ചെയ്യേണ്ട 7 കാര്യങ്ങൾ. 1. ദൈവത്തിന് ഒരു സ്നേഹലേഖനം എഴുതുക. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തോട്, പ്രിയ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. 2. യോഹന്നാൻ 3:16 മനഃപ്പാഠമാക്കുക.
ഇത് ദൈവസ്നേഹത്തിന്റെ സാരാംശമാണ്. 3. ഒരാളോട് ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നു പറയുക. ഏകാന്തനായ ഒരാളെ കണ്ടെത്തുക. അവരോട് ദൈവസ്നേഹത്തെക്കുറിച്ചു പറയുക. 4. നിങ്ങളെ വേദനിപ്പിച്ച ഒരാളോട് ക്ഷമിക്കുക. സ്നേഹം ക്ഷമയാണ്. ഇന്ന് മോചനം നേടുക. 5. 1 കൊരിന്ത്യർ 13 വായിക്കുക. സ്നേഹത്തിന്റെ അധ്യായം പതുക്കെ വായിക്കുക, ധ്യാനിക്കുക. 6. ആരെങ്കിലും ഒരാളെ ആശ്ലേഷിക്കുക. അമ്മ, അച്ഛൻ, കുട്ടികൾ, ഒരു സുഹൃത്ത്. പറയുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 7. ദൈവത്തിനായി 14 മിനിറ്റ് പ്രാർത്ഥിക്കുക. ഫെബ്രുവരി 14, 14 മിനിറ്റ്. നിങ്ങളുടെ സ്നേഹം ദൈവത്തിന് പ്രകടിപ്പിക്കുക. വാലന്റൈൻസ് പ്രഖ്യാപന പ്രാർത്ഥന. നിങ്ങളുടെ കൈ ഹൃദയത്തിൽ വെച്ച് എന്നോടൊപ്പം പ്രഖ്യാപിക്കൂ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു. അവന്റെ സ്നേഹം നിരുപാധികമാണ്. അവന്റെ സ്നേഹം നിത്യമാണ്. അവന്റെ സ്നേഹം അമാറ്റമില്ലാത്തതാണ്. ഇന്നുമുതൽ ഞാൻ സ്നേഹിക്കപ്പെടുന്നവനാണ്. ഞാൻ സ്വീകരിക്കപ്പെടുന്നവനാണ്. ഞാൻ വിലമതിക്കപ്പെടുന്നവനാണ്. ഞാൻ ആഗ്രഹിക്കപ്പെടുന്നവനാണ്. ആരും എന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല. മരണമോ ജീവനോ, ദൂതന്മാരോ വാഴ്ചകളോ, വർത്തമാനകാലമോ ഭാവികാലമോ ഒന്നിനും എന്നെ വേർപെടുത്താൻ കഴിയില്ല. ഞാൻ ഏകാന്തനല്ല. ദൈവം എന്നോടൊപ്പമുണ്ട്. ഞാൻ നിരാകരിക്കപ്പെട്ടവനല്ല. ദൈവം എന്നെ സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ സ്നേഹിക്കപ്പെടാത്തവനല്ല. ദൈവം എന്നെ ആഴത്തിൽ സ്നേഹിക്കുന്നു. ഇന്ന് ഞാൻ സ്വീകരിക്കുന്നു ദൈവത്തിന്റെ നിരുപാധികമായ സ്നേഹം, യേശുവിന്റെ ബലിപൂർണമായ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സൗഖ്യദായകമായ സ്നേഹം. ഇന്ന് ഞാൻ തീരുമാനിക്കുന്നു ദൈവത്തെ സ്നേഹിക്കാൻ, എന്നെത്തന്നെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ. സ്നേഹം എന്റെ ജീവിതത്തെ നയിക്കും. സ്നേഹം എന്റെ തീരുമാനങ്ങളെ നിർണയിക്കും. സ്നേഹം എന്റെ ഐഡന്റിറ്റിയായിരിക്കും. യേശുക്രിസ്തുവിന്റെ സ്നേഹം നിറഞ്ഞ കരുണാമയമായ നിത്യമായ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. വാലന്റൈൻസ് അനുഗ്രഹ പ്രാർത്ഥന. സ്നേഹമയനായ സ്വർഗപിതാവേ, ഇന്നത്തെ ഈ പ്രത്യേക ദിവസത്തിൽ ഈ സന്ദേശം കേട്ട എല്ലാവർക്കും അങ്ങയുടെ സ്നേഹം അനുഭവപ്പെടട്ടെ. ഏകാന്തരായവർക്ക് അവർ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കട്ടെ. അവർക്ക് അങ്ങയുടെ കൂട്ടായ്മ ലഭിക്കട്ടെ. അവർ ഇനി ഒറ്റയ്ക്കല്ലെന്നറിയട്ടെ. നിരാകരിക്കപ്പെട്ടവർക്ക് അവർ അങ്ങയുടെ സ്വീകാര്യത അനുഭവിക്കട്ടെ. അവർക്ക് അങ്ങയുടെ ആലിംഗനം ലഭിക്കട്ടെ. അവർ അങ്ങയാൽ വിലമതിക്കപ്പെടുന്നവരാണെന്നറിയട്ടെ. തകർന്ന ഹൃദയമുള്ളവർക്ക് അവരുടെ മുറിവുകൾ സൗഖ്യമാകട്ടെ. അവരുടെ വേദന കഴിയട്ടെ. അവരുടെ ഹൃദയം പുതുക്കപ്പെടട്ടെ. സ്നേഹത്തിനായി കൊതിക്കുന്നവർക്ക് അവർ അങ്ങയുടെ സ്നേഹത്തിൽ തൃപ്തിപ്പെടട്ടെ. അവർ അങ്ങയുടെ സ്നേഹത്താൽ നിറയട്ടെ. അവർ അങ്ങയുടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുകട്ടെ. ബന്ധങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് പുതിയ പ്രതീക്ഷ ലഭിക്കട്ടെ. അവർക്ക് അങ്ങയിൽ പൂർണ്ണത കാണട്ടെ. അവർ അങ്ങയാൽ സംതൃപ്തരാകട്ടെ. ഇന്ന് വാലന്റൈൻസ് ഡേയിൽ എല്ലാവർക്കും അങ്ങയുടെ നിത്യസ്നേഹം വെളിപ്പെടട്ടെ. അങ്ങയുടെ സ്നേഹം അവരുടെ ഹൃദയത്തിൽ നിറയട്ടെ. അങ്ങയുടെ സ്നേഹം അവരുടെ ജീവിതത്തെ മാറ്റട്ടെ. അങ്ങയുടെ സ്നേഹം അവരുടെ ഭാവിയെ രൂപപ്പെടുത്തട്ടെ. യേശുക്രിസ്തുവിന്റെ അനന്തമായ, നിത്യമായ, പരിവർത്തന പ്രവർത്തനമായ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. 1 യോഹന്നാൻ 4:16. ദൈവം നമ്മോടുള്ള സ്നേഹം ഞങ്ങൾ അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. എഫേസ്യർ 3:17-19. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുകയും നിങ്ങൾ സ്നേഹത്തിൽ വേരുപിടിച്ചും ഉറച്ചും അറിവിനെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം അറിയുകയും ദൈവത്തിന്റെ സകല പൂർണ്ണതയാലും നിറയുകയും ചെയ്യേണ്ടതിന്. റോമർ 8:39. മറ്റേതെങ്കിലും സൃഷ്ടിയോ നമ്മെ നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയുകയില്ല. അവസാന സന്ദേശം. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇന്ന് വാലന്റൈൻസ് ഡേ. ലോകം മാനുഷിക സ്നേഹം ആഘോഷിക്കുന്നു. അത് നല്ലതാണ്. എന്നാൽ ഓർക്കുക, ദൈവസ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. മാനുഷിക സ്നേഹം അസ്ഥിരമായിരിക്കാം, എന്നാൽ ദൈവസ്നേഹം ശാശ്വതമാണ്. മാനുഷിക സ്നേഹം വ്യവസ്ഥാസഹിതമായിരിക്കാം, എന്നാൽ ദൈവസ്നേഹം നിരുപാധികമാണ്.
മാനുഷിക സ്നേഹം പരാജയപ്പെടാം, എന്നാൽ ദൈവസ്നേഹം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. നിങ്ങൾ ഏകാന്തനോ, ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ നിരാകരിക്കപ്പെട്ടവനോ, ദൈവം നിങ്ങളെ സ്വീകരിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കപ്പെടാത്തവനോ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, നിത്യമായി, പൂർണ്ണമായി, അനന്തമായി. നാളെ വീണ്ടും കാണാം മറ്റൊരനുഗ്രഹത്തോടെ. അതുവരെ സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, സ്നേഹത്തിൽ വസിക്കുക. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു.